ഓൺലൈൻ വഴി കഥകളി പഠിക്കാൻ ആകുമോ എന്ന് ചോദിച്ചാൽ പലർക്കും സംശയമുണ്ടാകും. എന്നാൽ പൂർണ്ണമായും ഓൺലൈൻ വഴി കഥകളി പഠിച്ച് അരങ്ങേറ്റം നടത്തിയിരിക്കുകയാണ് പ്രവാസിയായിട്ടുള്ള ലക്ഷ്മി രഞ്ജിത്ത്. കോട്ടയം മാഞ്ഞൂർ സ്വദേശിനിയാണ് ലക്ഷ്മി. കലാമണ്ഡലം മയ്യനാട് രാജീവൻ നമ്പൂതിരിയിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത്. ഗുരുമുഖത്ത് നിന്ന് തന്നെ അഭ്യസിച്ചാൽ ഏറെ ശ്രമകരമായ കല. കഥകളിയെ ഓൺലൈൻ വഴി കരസ്ഥമാക്കിയ ലക്ഷ്മി രഞ്ജിത്ത് പുതിയൊരു അധ്യായമാണ് കുറിച്ചത്. ദൗത്യം ഏറെ ശ്രമകരമായിരുന്നുവെന്ന് ഗുരു കലാമണ്ഡലം മയ്യനാട് രാജീവൻ നമ്പൂതിരിയും പറയുന്നു. പരിമിതികൾ ഏറെയുണ്ട്. കഥകളി പഠിക്കാൻ വല്ലാതെ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വഴിയാണെന്ന് മാത്രം. ആഗ്രഹം പറഞ്ഞവരോടൊക്കെ ഞാൻ പറഞ്ഞത് ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എനിക്കും വലിയ ടെക്നിക്കലായിട്ട് വലിയ പരിചയമുള്ള ആളല്ല. രണ്ടാമത് പല കാര്യങ്ങളും തമ്മിലൊരു ആശയവിനിമയം ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും തോന്നി. ഞാൻ പറഞ്ഞു നോക്കാം, 2-3 ക്ലാസ് ശേഷം നമുക്ക് മുമ്പോട്ട് പോകാം, ഇത് അത്ര നിസ്സാരമായി പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ 3-4 ക്ലാസ് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേയൊക്കെ നമുക്ക് ഇതുമായിട്ട് രീതി ചേർന്ന് തുടങ്ങി, ചെറിയ ധൈര്യം തോന്നി തുടങ്ങി. കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് പഠനം. ആദ്യം ആസ്വാദന ക്ലാസ്സുകളായിരുന്നു. ഇതിൽ നിന്നും താല്പര്യം തോന്നിയവരെയാണ് പഠിപ്പിച്ചു തുടങ്ങിയത്. കഥകളി അങ്ങനെ നടക്കില്ല. ഒരു 50% ആഗ്രഹത്തിന് അത്യാവശ്യം പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സിംഗപ്പൂരിലുള്ളൊരു കുട്ടി, 8 വയസ്സുള്ളൊരു കുട്ടി പഠിച്ച് അരങ്ങേറ്റം കഴിഞ്ഞു. ഇപ്പോൾ 2 വർഷമായി. 8 വയസ്സിൽ അരങ്ങേറ്റം നടത്തി. ഓൺലൈൻ വഴി മാത്രം പഠിച്ചാണ്. വലിയ വൃത്തികേടൊന്നും ഇല്ലാതെ. കാരണം ഓൺലൈൻ വഴി പഠിക്കുമ്പോൾ കുറേ പരിമിതികളുണ്ട്. ശരീരവും കൈയും കാലമൊക്കെ അത്ര വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പക്ഷേ പരമാവധി അതൊക്കെ തീർത്തുകൊണ്ട് തന്നെ ഒപ്പം തന്നെ ഒരു ബാംഗ്ലൂരിലുള്ളൊരു അച്യുത് എന്നൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയും ഇത് ഓൺലൈൻ വഴി പഠിച്ചിട്ട് അരങ്ങേറ്റം കഴിഞ്ഞു. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. ലക്ഷ്മിയുടെ പിതാവ് മാഞ്ഞൂർ ഓമനക്കുട്ടനും കഥകളി നടനായിരുന്നു. കഥകളി പഠിക്കണമെന്ന് 9ാം ക്ലാസ്സിൽ തുടങ്ങിയ ആഗ്രഹം ഇപ്പോഴാണ് നടന്നതെന്നു മാത്രം. കോട്ടയം കളിയരങ്ങാണ് തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠത്തിൽ ശിഷ്യയ്ക്കും ഗുരുവിനും സന്താനഗോപാലം ഒരുമിച്ച് കളിക്കാൻ വേദിയൊരുക്കിയത്. കൃഷ്ണവേഷത്തിലാണ് ലക്ഷ്മി അരങ്ങിലെത്തിയത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം.